ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിച്ചതു മുതൽ ഷോയ്ക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ നൽകിയിട്ടുള്ളതും ഊർജ്ജസ്വലതയോടെ കളിച്ചിട്ടുള്ളതുമായ മത്സരാർത്ഥികളിൽ ഒന്നാണ് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫർ. തുടക്കം മുതൽ ഫൈനലിസ്റ്റായി പലരുടെയും പ്രെഡിക്ഷൻ ലിസ്റ്റിൽ ജാസ്മിൻ ജാഫർ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഫൈനൽ 5-ൽ എത്തിയെങ്കിലും 3-ാം സ്ഥാനം വരെ എത്താനേ ജാസ്മിന് സാധിച്ചിട്ടുള്ളൂ. ജനപിന്തുണയുടെ കുറവ് മൂലം 3-ാം സ്ഥാനം കൊണ്ട് ജാസ്മിൻ തൃപ്തിപ്പെടേണ്ടി വന്നു. ജാസ്മിനും ജിൻഡോയുമായിരിക്കും ടോപ്പ് 2 എന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നത്. പക്ഷേ അവസാന ആഴ്ചകളിലെ പ്രകടന മികവ് മൂലം അർജുൻ ശ്യാം ഗോപന് വലിയ രീതിയിൽ പൊടുന്നനെ ജനപിന്തുണ കൂടിയതാണ് ജാസ്മിന് തിരിച്ചടിയായത്. വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ജാസ്മിൻ്റെ എവിക്ഷൻ ബിഗ് ബോസ് ഒരുക്കിയിരുന്നത്. അഭിഷേക് 4-ാം സ്ഥാനം നേടി വീടിൻ്റെ പടിയിറങ്ങിയതോടെ ഹൗസിൽ അർജുനും ജിൻഡോയും ജാസ്മിനും അടങ്ങുന്ന ടോപ്പ് 3 മാത്രമായിരുന്നു. ശേഷം ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയിരുന്ന ഇരുമ്പഴിക്കൂട്ടിൽ കയറിയിരിക്കാൻ 3 പേരോടും ബിഗ് ബോസ് നിർദ്ദേശിച്ചു. ശേഷം പ്രധാന വാതിൽ തുറന്ന് കുറച്ച് മല്ലന്മാർ ഗാർഡൻ ഏരിയയിലേക്ക് ഇരുമ്പ് ദണ്ടുമായി കയറി വന്നു. ആദ്യം ജിൻഡോയെ എടുത്തു കൊണ്ടുപോകുന്നതാണ് മല്ലന്മാർ കാണിച്ചത്. എന്നാൽ പ്രധാന വാതിലിന് സമീപം എത്തുമ്പോഴേക്കും ജിൻഡോയുടെ കൂട് നിലത്ത് വെച്ചു. ഒരു നിമിഷം എവിക്റ്റഡായി പോകാൻ പോകുന്ന മത്സരാർത്ഥി ജിൻഡോയാണെന്ന് മറ്റു മത്സരാർത്ഥികൾ പോലും ഒന്ന് പകച്ചു. എന്നാൽ പിന്നീട് ജാസ്മിനെ അടച്ചിരുന്ന കൂടുമായി മല്ലന്മാർ പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് പോയി. മല്ലന്മാർ അടുത്തു വരുന്നുവെന്ന് മനസ്സിലായപ്പോൾ തന്നെ എവിക്റ്റഡായി പുറത്തു വരാൻ മനസ്സുകൊണ്ട് ജാസ്മിൻ തയ്യാറെടുത്തിരുന്നുവെന്ന് ജാസ്മിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ജാസ്മിൻ എവിക്റ്റായി എന്ന് അർജുനു പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജാസ്മിൻ്റെ എവിക്ഷൻ നടക്കുന്ന സമയത്ത് പ്രാർത്ഥനയോടെ പിതാവ് ജാഫറും സഹോദരനും സുഹൃത്ത് രസ്മിനുമെല്ലാം ഇരുന്നു. ജാസ്മിൻ ടോപ്പ് 2-ൽ വരുമെന്ന കപ്പുയർത്തുമെന്നും പ്രതീക്ഷ ഏറെ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു രസ്മിൻ. എവിക്റ്റായി ഗ്രാൻഡ് ഫിനാലെ വേദികളിൽ വന്ന് ജാസ്മിൻ നിറകണ്ണുകളോടെയാണ് അവതാരകൻ മോഹൻലാലിൻ്റെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. ഗബ്രിയും രസ്മിനുമായിരുന്നു ഹൗസിലെ തനിക്കേറെ പിന്തുണ നൽകിയതെന്നും നന്ദി പ്രസംഗത്തിനിടെ ജാസ്മിൻ പറയാൻ മറന്നില്ല. ഗ്രാൻഡ് ഫിനാലയിലെ കാണാനെത്തിയ സഹോദരനെ കണ്ടാണ് ജാസ്മിൻ ഏറെയും കരഞ്ഞത്. 100 ദിവസം എല്ലാ പ്രശ്നങ്ങളോടും പൊരുതി ഹൗസിൽ നിന്ന ജാസ്മിൻ നിങ്ങളൊരു ഫൈറ്ററാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. സെക്കൻഡ് റണ്ണറപ്പ് ട്രോഫിയുമായി വേദി വിട്ടിറങ്ങിയ ശേഷം ജാസ്മിൻ ആദ്യം ഓടിച്ചെന്നത് സഹോദരൻ്റെ അരികിലേക്കാണ്. ഇരുവരും ഏറെ കെട്ടിപ്പിടിച്ചും ചുംബിച്ചും സന്തോഷം പങ്കിട്ടും ഫാമിലി റൗണ്ടിൽ ജാസ്മിൻ്റെ മാതാപിതാക്കൾ മാത്രമാണ് ഹൗസിലേക്ക് താരത്തെ കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ സഹോദരനെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു ജാസ്മിൻ. അതേസമയം ജാസ്മിൻ 2-ാം സ്ഥാനം അർഹിച്ചിരുന്നുവെന്നാണ് ജാസ്മിൻ്റെ എവിക്ഷന് ശേഷം വന്ന ഏറെ പ്രേക്ഷകരുടെയും പ്രതികരണം. കാരണം കണ്ടന്റ് നൽകുന്നതിലും ഷോയെ ലൈവാക്കി നിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ജാസ്മിൻ ആയിരുന്നു.